അപ്പം വേട്ടക്കാരനായിരുന്നു. വീട്ടിലുള്ളതിനേക്കാൾ അധികം കാട്ടിലാണ്ടാവുക. എപ്പം വെടിയടച്ചൊക്കെ കൊണ്ടുവരും. ഇപ്പം എന്തല്ലോ മൃഗങ്ങളെ പിടിക്കാൻ പാടില്ലെന്ന് മനുഷ്യന്മാർക്കെതിരെ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കാണ്. മണ്ടന്മാര്. അത് കൊള്ളാം. എടാ സുനി, നീ എങ്ങനെ ഒന്ന് വീണിതില്? പഴയ പോലെ മരം വെട്ടുന്നില്ലെന്നേ. പഞ്ചായത്ത് പേപ്പർ ഇട്ടാനൊക്കെ വലിയ പാടാന്ന്. അങ്ങോട്ട് പിള്ളേരണ്ടര പഠിക്കലാന്ന്. അല്ല ഞാൻ ഈ പണിക്ക് വരുക. അത് ഈ വിറകിൻ്റെ ഒപ്പം. ഇവൻ നീ ആയിരുന്നു? ആ, അതാവശ്യം വരും. നീ അവനോട് കള്ളു കുടിച്ചിട്ടുണ്ടോ? അവനോട് രണ്ടാമത്തെ പെഗ്ഗിൽ അവൻ തർക്കം തുടങ്ങും. മൂന്നാമത്തെ അടി പറയണമെങ്കിൽ സമ്മതിച്ചു കൊടുത്താൽ മതി. വെറുതെ എന്തിനു തർക്കിക്കാൻ നിൽക്കണം? തോക്കുമായിരിക്കുമ്പോഴുണ്ട്. പാപത്തിനോട് പോയി പണിയൊക്കെ പറ. കുടുംബയോടും കാര്യങ്ങളും തൽക്കാലം ഞാൻ പറയണം. എടുക്കേ എനിക്കറിയാമോ? ഹലോടാ, നീ മാളിൽ വെയിറ്റ് ചെയ്യ്. ഞാൻ ഇറങ്ങി. നിങ്ങൾ സമാധാനായിട്ടിരിക്കും. ഞാനങ്ങ് വന്നുകൊണ്ടിരിക്കില്ലേ. എന്റെ വണ്ടി അപ്പനോട് ഞാൻ എന്താ പറയും? കർത്താവേ, നോക്കിട്ട് സാറേ. എന്താ പണി പാളി സാറേ. അത് കുഴപ്പമില്ലടാ. രങ്ങ് എടാ മങ്കി. ഐറ്റം ഹെവി ആണെന്ന് തോന്നുന്നു. ചേട്ടോ, ഇപ്പൊ കോരിട്ട പോലെ. സാധനം ഇവിടെ ഉണ്ട്. എടാ എന്ത് സാധനം? പുലി. പുലിയാ? എന്താടാ പുറത്ത് പുലി? പുലിയോ? മരങ്ങളിൽ കോറിയിടും. ഇവിടുത്തെ തീറ്റ അവനുള്ളതാ. വേറെ ആരോ അവൻ്റെ ഏരിയ വന്ന് കയറണ്ടെന്നുള്ള അറിയിപ്പ്. കമ്പനിക്ക് കോളനിയുമായി ഒരു ധാരണ എത്തുന്നതാണ് താല്പര്യം. അവന്മാരാണോടാ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന? ഒരു കമ്പനിക്കാരും പോയി പണി നോക്കാൻ പറയടാ അവന്മാരോട്. സോറി സാർ, ഞാൻ പിന്നെ വരാം. അങ്ങനെ കോളനിക്കാരെ റോഡിൽ ഇറക്കിയിട്ട് ഇവിടെ കമ്പനികളൊന്നും കെട്ടിപ്പൊക്കുന്നില്ല. അത് നമ്മുടെ സ്ഥലമാണ്. അവിടെ നമ്മൾ പറയുന്ന പോലെ കാര്യം നടക്കും. ആരും എങ്ങോട്ടും പോകുന്നില്ല. നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധിക്കണം. കോളനിക്കാർക്ക് വേണ്ടി സമരം തുടങ്ങണം. നല്ല രഘുവേട്ട, ഒരു സംശയം. പകരം പുതിയ വീട്, പഠിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തിക സഹായം, കൂടാതെ കുടുംബത്തിലൊരാൾക്ക് ജോലി. വീടിന് മേലെ വീട് കയറി കിടക്കുന്ന കോളനിക്കാർക്ക് ഇതിന് മേലെ എന്താ വേണ്ടേ? പിന്നെ ഞങ്ങൾ എന്തിനാ എതിർക്കുന്നത്? ഞങ്ങളോ? നീയൊക്കെ എന്നാടാ ഞങ്ങളായത്? ചോദ്യങ്ങൾ വേണ്ട. എൻ്റെ തുപ്പിലേ നിറച്ച കാര്യങ്ങളെ നീയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇനി അതങ്ങനെ തന്നെ മതി. ആ വെള്ളം ഇങ്ങട്. രഘുവേട്ടൻ അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ പോലെ തുപ്പല് തെറപ്പിക്കുന്ന പോലെ എളുപ്പമല്ല.
പണി നടത്തുന്നത്. എൻ്റെ കയ്യും കാലുമാ നിങ്ങളൊക്കെ. ഒരുമിച്ച് നിന്ന എല്ലാവർക്കും അതിൻ്റെ പ്രയോജനങ്ങളുണ്ടാവും. നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്.